രശ്മി മുറിയിലില്ലാത്ത സമയം നോക്കി രശ്മിയുടെ കട്ടിലിനടിയിൽ കയറി ഒളിക്കുന്നു. രശ്മി മുറിയിൽ കയറി വാതിൽ കുറ്റിയിട്ട് കിടന്നുറങ്ങുന്നു. രശ്മി ഉറങ്ങിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് ബോധ്യം വന്നപ്പോൾ അയാൾ കട്ടിലിനടിയിൽ നിന്ന് പുറത്തേക്ക് വരും. തന്റെ കയ്യിലുള്ള വിഷക്കുപ്പി തുറന്ന് ഉറങ്ങിക്കിടക്കുന്ന രശ്മിയുടെ ചുണ്ടിലേക്ക് തേനിൽ കലർത്തിയ വിഷം കുറേശ്ശെ ഒഴിക്കും. അതിനുശേഷം അയാൾ വിഷമൊഴിഞ്ഞ മറ്റൊരു കുപ്പി കട്ടിലിലേക്കിടും. എന്നിട്ട് വീണ്ടും കട്ടിലിനടിയിലേക്ക് കയറി ഒളിക്കുന്നു. പിറ്റേന്ന് ഒരു അജ്ഞാതന്റെ നേതൃത്വത്തിൽ ഒരു സംഘം വാതിൽ പൊളിച്ച് അകത്ത് കടക്കുന്നു. അവർ തിരികെ പുറത്തിറങ്ങിയതും കൊലയാളി അടുക്കള വാതിൽ വഴി രക്ഷപ്പെടുന്നു. ഇങ്ങനെ സംഭവിച്ചൂടെ? എന്ത് മണ്ടത്തരമാണ് ഞാൻ പറയുന്നത്? ഉറങ്ങിക്കിടക്കുന്ന ഒരാളുടെ വായിലേക്ക് വിഷം ഒഴിച്ചാൽ അയാൾ ഞെട്ടി ഉണരും, പ്രതിരോധിക്കാൻ ശ്രമിക്കും. സ്വാഭാവികമായി അവിടെ ഒരു സ്ട്രഗിൾ നടന്നതിന്റെ ലക്ഷണങ്ങളും ഉണ്ടാവും. ഒരുപക്ഷെ പ്രതികരിക്കാൻ ശേഷിയില്ലാത്ത അവസ്ഥയിലാണ് രശ്മി കിടന്നിരുന്നതെങ്കിലോ? സർ, സ്വയം കഴിച്ചതാണോ ആരെങ്കിലും ബലം പ്രയോഗിച്ച് കഴിപ്പിച്ചതാണോ എന്നറിയില്ല. രശ്മി 3 സ്ലീപ്പിംഗ് പിൽസ് കഴിച്ചിരുന്നതായി ഫോറൻസിക് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഉറക്ക ഗുളികകൾ കഴിച്ചു കിടന്നുറങ്ങുന്ന ഒരാൾ സകല നാഡീഞരമ്പുകളും തളർന്ന അവസ്ഥയിലാണ് കിടന്നുറങ്ങുക. പിന്നെ എങ്ങനെ പ്രതികരിക്കും? ഓക്കെ, സമ്മതിച്ചു. പക്ഷേ ആരെങ്കിലും ഒരു കൊലപാതകം നടത്തിയിട്ട് ആ മുറിയിൽ തന്നെ ഇരിക്കൂ? എത്രയും വേഗം രക്ഷപ്പെടാനല്ലേ ശ്രമിക്കൂ? ഒരു പക്ഷേ പോലീസാണ് ആദ്യം എത്തുന്നതെങ്കിൽ അയാൾ പിടിക്കപ്പെടില്ലേ? അതല്ലേ സാർ ചോദിക്കാമെന്ന്? യെസ്. പോലീസ് എത്തുന്നതിന് മുമ്പ് മുറിക്കകത്തിരിക്കുന്നവന് രക്ഷപ്പെടാനുള്ള വഴിയൊരുക്കുകയാണ് പുറത്തു നിൽക്കുന്നവന്റെ ദൗത്യം. സാർ, എന്റെ ഔദ്യോഗിക ജീവിതത്തിൽ ഇന്നേ വരെ ഇതുപോലൊരു സ്റ്റുപ്പിഡിറ്റി ആരും പറഞ്ഞു കേട്ടിട്ടില്ല. കഷ്ടം. ഞാൻ തുടക്കത്തിലേ പറഞ്ഞു, ഇത് വെറും ഒരു പോസിബിലിറ്റിയാണ്. ഇങ്ങനെ സംഭവിച്ചു എന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല. Then tell me, what's your point? He said it's impossible. ഇതൊരു കൊലപാതകമാവാൻ ഒരു മാർഗവുമില്ല. ഞാൻ ഈ പറഞ്ഞതുപോലെ സംഭവിക്കാനുള്ള സാധ്യത വളരെ വളരെ കുറവാണ്. സമ്മതിച്ചു. ബട്ട് മൈ ക്വസ്റ്റ്യൻ is it humanly possible? It is possible. That's my point. പറഞ്ഞു കേട്ടിടത്തോളം ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നവൻ അതിബുദ്ധിമാനാണ്. നമ്മുടെ ഓരോ നീക്കങ്ങളും വളരെ സൂക്ഷിച്ചു വേണം. അറിയാം സർ. ഇത് മനസ്സിൽ കണ്ടുകൊണ്ടാണ് ഞാൻ പത്രക്കാരുടെ മുന്നിൽ ഇതൊരു ആത്മഹത്യയാണെന്ന് സമ്മതിച്ചത്. എന്നെയും തെറ്റിദ്ധരിപ്പിച്ചു എന്ന് വിശ്വസിച്ച് കൊലയാളി ഇപ്പൊ സ്വതന്ത്രനായി നടക്കുന്നുണ്ടാവാം. എനിക്കും അത് തന്നെയാണ് ആവശ്യം. അവള് പാവമായിരുന്നു സാർ. അല്പസ്വല്പ പിടിവാശിയൊക്കെ ഉണ്ടായിരുന്നേലും എന്നോട് വലിയ സ്നേഹമായിരുന്നു. ഹോബീസ് മെയിൻലി റീഡിംഗ്. ധാരാളം വായിക്കുമായിരുന്നു. രശ്മിക്ക് ഉറക്ക ഗുളിക ഉപയോഗിക്കുന്ന ശീലമുണ്ടായിരുന്നു. അങ്ങനെ ശീലമായിട്ടില്ല, ചിലപ്പോഴൊക്കെ ഉപയോഗിച്ച് കണ്ടിട്ടുണ്ട്. രശ്മിക്ക് രാഷ്ട്രീയത്തിൽ താല്പര്യമുണ്ടായിരുന്നു അല്ലേ? രാഷ്ട്രീയത്തിൽ നല്ല അറിവുണ്ടായിരുന്നു. ഷീ വാസ് എ ഗുഡ് ക്രിട്ടിക്. നിങ്ങൾ ഒരു മന്ത്രിയായി കാണണമെന്ന് രശ്മി വളരെയധികം ആഗ്രഹിച്ചിരുന്നു അല്ലേ? ഇവിടെയാണ് ഒരു കോൺട്രഡിക്ഷൻ, ഒരു വൈരുദ്ധ്യം. മൊഴികളും യാഥാർത്ഥ്യങ്ങളും തമ്മിൽ. അതായത് നിങ്ങളുടെ രാഷ്ട്രീയം എന്ന പ്രൊഫഷനോട് അഭിപ്രായ വ്യത്യാസം ഇല്ല എന്ന് മാത്രമല്ല, നിങ്ങളൊരു MLA-യോ മന്ത്രിയോ ആയി കാണണമെന്ന് കൂടി രശ്മി ആഗ്രഹിച്ചിരുന്നു. നിങ്ങൾക്ക് സീറ്റ് കിട്ടി, വിജയസാധ്യതയും ഉറപ്പായി. അങ്ങനെ ഒരു സാഹചര്യത്തിൽ രശ്മി എന്തിന് പണം തരാൻ വിസമ്മതിച്ചു? മുമ്പൊരു തവണ അവളുടെ അക്കൗണ്ടിൽ നിന്ന് 2 ലക്ഷം രൂപ ഒരു അത്യാവശ്യത്തിനായി ഞാൻ എടുത്തിരുന്നു. അത് ഇതുവരെ മടക്കി കൊടുക്കാൻ സാധിച്ചില്ല. എന്തിനായിരുന്നു 2 ലക്ഷം രൂപ വാങ്ങിയത്? സത്യം പറയണം. ഏതാനും രാഷ്ട്രീയ ആവശ്യങ്ങൾ പറഞ്ഞാണ് വാങ്ങിയത്. പക്ഷെ യഥാർത്ഥത്തിൽ അതൊരാൾക്ക് കടം കൊടുക്കാനായിരുന്നു. ആർക്ക്? ജോസിന്. ജോസിന്റെ ഒരു ബാങ്ക് ലോൺ റവന്യൂ റിക്കവറി ആയിരുന്നു. അക്കാര്യം എന്തിനാണ് രശ്മിയിൽ നിന്ന് മറച്ചുവെച്ചത്? അവൾ സമ്മതിക്കില്ല എന്ന് ഭയന്നിട്ടായിരുന്നു. പണത്തിന് ആവശ്യം വന്നപ്പോ ജോസിനോട് ചോദിച്ചില്ലേ? ഇല്ല, ജോസിന്റെ കയ്യിലില്ലെന്ന് എനിക്കറിയായിരുന്നു. ഒരേ പാർട്ടിയിലായിരുന്നെങ്കിലും ആശയപരമായി നിങ്ങളും മോഹൻകുമാറും തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു അല്ലേ? ഒരു ജനാധിപത്യത്തിൽ ഇതൊക്കെ സാധാരണയല്ലേ? പക്ഷേ വ്യക്തിപരമായി ഞങ്ങൾ തമ്മിൽ ഒരു പ്രശ്നമില്ലായിരുന്നു. മോഹന്റെ ഭാര്യ ആത്മഹത്യ ചെയ്ത വിവരം നിങ്ങൾ എപ്പോഴാണ് അറിയുന്നത്? രാവിലെ. സമയം ഒരു 9:10 കാണും. ഫോണിൽ വിളിച്ച് പറയായിരുന്നു.
ആര് വിളിച്ചു പറഞ്ഞു? ഇലക്ഷൻ കമ്മിറ്റി കൺവീനർ കരുണൻ. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്തു? ഞാൻ ഉടനെ മോഹന്റെ വീട്ടിലേക്ക് പോയി. കരുണൻ എന്താ നിങ്ങളോട് പറഞ്ഞത്? മോഹന്റെ ഭാര്യ രശ്മി വിഷം കഴിച്ച് ആത്മഹത്യ ചെയ്തെന്ന്. ഓക്കെ, താങ്ക് യു ഫോർ യുവർ ടൈം മിസ്റ്റർ സാമുവൽ. യു ആർ വെൽക്കം. ഇറ്റ്സ് എ നൈസ് ഹൗസ്. ഒരു മർഡർ കേസിൽ പ്രധാനമായും 4 ചോദ്യങ്ങൾക്കാണ് നമ്മൾ ഉത്തരം കണ്ടെത്തേണ്ടത്. വൈ, വെൻ, ഹൗ ആൻഡ് ഹൂ. ഇവിടെ വെൻ എന്ന ചോദ്യത്തിന് വ്യക്തമായും ഹൗ എന്ന ചോദ്യത്തിന് പാർഷ്യലായും നമുക്ക് ഉത്തരവുണ്ട്. ഇനിയുള്ളത് ഹൂ ആൻഡ് വൈ. ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് വൈ. എന്തിന് രശ്മിയെ കൊല്ലണം? വാട്ട് ഇസ് എ മോട്ടീവ്? എനി ഐഡിയ, സജഷൻസ്? സർ, നമുക്കതങ്ങനെ പറയാൻ പറ്റും. വെറുതെ ഊഹിക്കാമെന്നല്ലാതെ. യെസ്, ഊഹിക്കണം. 24 വയസ്സുള്ള ഒരു പെൺകുട്ടി, 3 വർഷം 9 മാസത്തെ ദാമ്പത്യം, കൊല ചെയ്യപ്പെടും. അതും വളരെ പ്ലാൻഡ് ആയ ഒരു മർഡർ. എന്തായിരിക്കും മോട്ടീവ്? സർ, ഒരുപക്ഷെ മോഹൻകുമാറിനോടുള്ള വ്യക്തിവൈരാഗ്യമാണ് ഈ കൊലപാതകത്തിന് പിന്നിലെങ്കിലോ? പോസിബിൾ. സർ, മോഹൻകുമാറിനോടുള്ള വൈരാഗ്യത്തിന് എന്തിനാ അയാളുടെ ഭാര്യയെ കൊല്ലണം? ക്യാരക്ടർ അസാസിനേഷൻ, വ്യക്തിഹത്യ. മരണത്തെക്കാൾ വലിയ ശിക്ഷയാണത്. സർ, അങ്ങനെയെങ്കിൽ മറ്റൊരു സാധ്യത ഉണ്ടല്ലോ. ഒരുപക്ഷെ രശ്മിയോടും മോഹനോടും വൈരാഗ്യമുള്ള ഒരാളാണ് കൊലപാതകമെങ്കിൽ. അതായത് ഒരു ആത്മഹത്യയാണെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ രശ്മിയുടെ കൊല നടത്തിയ ശേഷം ഒരു വ്യാജക്കുറിപ്പിലൂടെ മോഹന്റെ ക്യാരക്ടർ അസാസിനേഷൻ. ഒരു വെടിക്ക് 2 പക്ഷി, അല്ലേ? അതെ സർ. ഇറ്റ്സ് പോസിബിൾ. പക്ഷെ കൊലപാതകത്തിന് ശേഷം ആ വ്യക്തി തന്നെയാണ് ആത്മഹത്യാക്കുറിപ്പ് എഴുതി വെച്ചിരിക്കുന്നതെങ്കിൽ അതെന്തിന് മേശവലിപ്പിനുള്ളിലെ ബുക്കിൽ വെക്കണം? അയാൾക്കത് ബോഡിക്ക് സമീപത്തിട്ടാ പോരെ? ടു മേക്ക് ഇറ്റ് മോർ റിയലിസ്റ്റിക് ആൻഡ് ബിലീവബിൾ. I think it is time for a list of suspects. എക്സ്ക്യൂസ് മീ സർ, കൊലപാതകി ഈ ലിസ്റ്റിലുള്ള ആളായിരിക്കുമെന്ന് എന്താണ് ഉറപ്പ്? ഉറപ്പൊന്നുമില്ല, പക്ഷെ സാധ്യത വളരെ കൂടുതലാണ്. രശ്മിയുടെ വീടും ദിനചര്യകളും അടുത്തറിയാവുന്ന ഒരാളായിരിക്കണം ഈ കൃത്യത്തിന് പിന്നെ. സർ, ബാംഗ്ലൂരിൽ നിന്ന് അന്ന് രാവിലെ വന്നു പാൽക്കാരൻ പയ്യൻ പറഞ്ഞതും പത്രം താമസത്തിന് പത്രക്കാരൻ പറഞ്ഞ കാരണവും സത്യമാണെന്ന് അന്വേഷണത്തിൽ തെളിഞ്ഞിട്ടുണ്ട്. Okay, so let's bring down the list.